എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഏത്തപ്പഴം കൊണ്ടുള്ളൊരു പുളിശ്ശേരിയാണ്. ഈ ഓണസദ്യക്ക് ഒരു വെറൈറ്റി പുളിശ്ശേരി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ ഏത്തപ്പഴം, ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് ഇതേപോലെ 4 ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലേ? 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറയിലിട്ട് വേവിച്ചെടുക്കാം. പുളിശ്ശേരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ തയ്യാറാക്കുക. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ട് അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തീരെ നൈസായിട്ട് നമ്മൾ കൊത്തി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഏത്തപ്പഴം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, എന്നാൽ വേകാതെ ഇരിക്കരുത്. അതേ പരുവത്തിൽ വേണം നമ്മളിത് വാട്ടിയെടുക്കാനായിട്ട്. ഏത്തപ്പഴം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഏത്തപ്പഴം ചേർത്ത കാരണം മോരിരിക്കും തോറും കുറുകി വരും. അപ്പം നമ്മൾ ഇച്ചിരി ലൂസായിട്ട് വേണം ആദ്യം കാച്ചി വയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ എടുക്കാൻ നേരത്ത് കറക്റ്റ് പരുവായിരിക്കും. ഇനി അരപ്പിൻ്റെ പച്ചയോ മാറുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പൂടെ നമ്മൾ നേരത്തെ ലേശം ഉപ്പേ ചേർത്തുള്ളായിരുന്നു. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ലേശം കായം ഇട്ട് കൊടുക്കാം. കായമോ കായപ്പൊടിയോ ഇട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്ത് പാൽക്കായമാണ്. പാൽക്കായം ചേർക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റുമാണ്, നമുക്ക് വയറിന് നല്ലതുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പാൽക്കായം ചേർക്കുന്നത്. പാൽക്കായം നമുക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 1-2 പേരെന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ പാൽക്കായം കിട്ടുന്നതെന്ന്. പച്ചമരുന്ന് കടയിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പം തന്നെ അത് കുറുകി. അരപ്പിൻ്റെ പച്ചയോ മാറുന്ന വരെ നമ്മൾ ഒന്ന് തിളയ്ക്കുകയും ചെയ്യരുത്, തിളച്ച് പൊട്ടിപ്പോവുകയും ചെയ്യരുത്. എങ്കിൽ അരപ്പ് നന്നായിട്ട് വെന്തും വരണം. അപ്പോൾ അരപ്പെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിളച്ച് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഈ സമയത്ത് വേണം ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അതായത് നല്ല പുളിയുള്ള തൈര് കൂടെ ആയിരുന്നു. പുളിയുള്ള തൈരാകുമ്പോൾ ലേശം പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതിലേക്കൊരു വറക്കൂട്ട് കൂടെ തയ്യാറാക്കണം. നമുക്ക് അടുത്ത അടുപ്പിലേക്ക് വെച്ച് ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേശം ഉലുവ,
കടുക്, ലേശം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഏത്തപ്പഴ പുളിശ്ശേരിയാണ് നമ്മുടെ ഇത്തവണത്തെ വെറൈറ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരി. അപ്പോൾ ആ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുകയും. അപ്പോൾ ഇനി ഇതേപോലെ നല്ല നല്ല ഓണ വിഭവങ്ങളുമായി നമുക്ക് ഓണം വരെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.